You are wrong. No. You just be there. Just be there. I will come to you. You just wait for your turn. You are coming. You please wait for your turn. This is wrong, Father. You are representing NDA. You are representing NDA. You will get your turn. very well. You just please wait. തുടക്കത്തിന് വിസിലടിക്കുന്നതിന് മുമ്പ് ഗോൾ അടിച്ചു തുടങ്ങാതെ. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ. PC അദ്ദേഹമൊക്കെ നല്ല വായ്മൊഴി വഴക്കമുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. അദ്ദേഹത്തിന്റെ ടേണില് നമുക്കത് ആലോചിക്കാം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ വിഷയം വന്യജീവി ആക്രമണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് സമാധാനപ്പെട, അദ്ദേഹം ധൃതി പിടിക്കാതെ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, താങ്കൾ അവിടെ ഇരിക്കണം. ഞാൻ മോഡറേറ്ററാണ്, ഈ ചർച്ചയുടെ മോഡറേറ്ററാണ്, താങ്കൾ അവിടെ ഇരിക്കണം ദയവായിട്ട് പ്ലീസ്. ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ. നമ്മൾ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ, ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ. അത് ഞാനും നിങ്ങളും നൽകിയിട്ടുള്ള വലിപ്പമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിപ്പം ഇവിടെ ആർക്കുമില്ല. ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ. ആ വലിപ്പത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത്. വാഴൂർ സ്വാമിനദ്ദേഹം താങ്കളോടൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് വരാം. നിങ്ങളുടെ സമയത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി സണ്ണിച്ച വിളിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആളെ വിളിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടും. ഒന്നാമത്തെ ചോദ്യം മൈക്ക് കൊടുക്കൂ. നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവാം. എന്നെ അതിന് പ്രതീക്ഷിക്കേണ്ട. പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും. ആയിരിക്കും, ഉറപ്പായിരിക്കും. നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ്. അതിലാരെയും തന്നെ ഭയക്കുന്നില്ല. എന്റെ മുൻപിലുള്ളത് നിയമമാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് കൊടുക്കൂ. ചോദ്യം ഞാൻ ക്ഷമിക്കണം, ഇവിടെ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്. അല്ല, ചോദ്യം ഇതാണ്. അല്ല, ചോദ്യം ഞാൻ കേട്ടു. താങ്കളോട് ക്ഷമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം. അതുകൊണ്ട് പഠിപ്പിക്കുന്നു. ഈ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ ചോദ്യത്തിൽ ഞാൻ ഒരു സെക്കൻഡ് ചോദ്യം ഇതേ ഉള്ളൂ. കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട്